നിത്യേനയുള്ള ശ്രീമദ് ഭാഗവതം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീമദ് ഭാഗവത്തിലെ ഒന്നാം അധ്യായം, ഒന്നാം സ്കന്ധം, എട്ടാം അധ്യായം, 2ഉം 3ഉം ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ശ്രീമദ് ഭാഗവതം തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഭഗവാന്റെ ഗുരുവര്യന്മാരുടെയും എല്ലാവരുടെയും അനുഗ്രഹത്തിന് വേണ്ടി ജയരാധമാധവും ഭക്തന്മാരുടെ പ്രണാമ മന്ത്രവും നമുക്ക് സ്മരിക്കാം. ജയ രാധ മാധവ ജയോ കുഞ്ച ബിഹാരി, ജയ രാധ മാധവ ജയോ കുഞ്ച ബിഹാരി, ജയ ഗോപീജന വല്ലഭ ജയോ ഗിരിവരധാരി, ജയോ ഗിരിവരധാരി, ജയ ഗോപീജന വല്ലഭ ജയോ ഗിരിവരധാരി, ജയോ ഗിരിവരധാരി, യശോദനന്ദന വ്രജ ജനരഞ്ജന, യശോദനന്ദന വ്രജ ജനരഞ്ജന, യമുന തീരാ വനചാരി, യമുന തീരാ വനചാരി, ജയ രാധ മാധവ ജയോ കുഞ്ച ബിഹാരി, ജയ രാധ മാധവ ജയോ കുഞ്ച ബിഹാരി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ജയ പ്രഭുപദാ പ്രഭുപദ ശീല പ്രഭുപദ, ജയ പ്രഭുപദ പ്രഭുപദ ശീല പ്രഭുപദ, ജയ ജയ ഗുരുദേവ് ജയ ജയ ഗുരുദേവ്, ജയ ഗുരുദേവ് ജയ ജയ ഗുരുദേവ്. നമോ വിഷ്ണുപാദായ പരമ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിതി നാമിനെ, നമസ്തേ സാരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ, നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണി. വാഞ്ചാം കൽപതരൂപശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവ വൃന്ദ കീ ജയ്. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരുദീനതാരിണം. ശ്രീ ചൈതന്യമീശ്വരം പരമാനന്ദമാധവം. ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ശ്രീമദ് ഭാഗവതം ഒന്നാം സ്കന്ധം 8ാം അധ്യായം 2ഉം 3ഉം ശ്ലോകങ്ങളാണ്. 2ാമത്തെ ശ്ലോകത്തിന് ശ്രീല പ്രഭുപാദ ഭാവാർത്ഥം കൊടുത്തിട്ടില്ലാത്തതിനാലാണ് 3ാമത്തെ ശ്ലോകം കൂടെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരേ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ, ഭഗവതീരുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരുദീനതാരിണം. ശ്രീ ചൈതന്യമീശ്വരം പരമാനന്ദമാധവം.
ശ്രീമദ് ഭാഗവതം 1-ാം സ്കന്ധം 8-ാം അധ്യായം 2-ാം ശ്ലോകം. തേനീയോധകം സർവേ മ്ലിപ്പയാ ച വൃഷം പുനാ അപ്ലുതാ ഹരിപാദാബ്ജ രജപൂതാ ശരീജലേ. തേനീയോധകം സർവേ മ്ലിപ്പയാ ച വൃഷം പുനാ അപ്ലുതാ ഹരിപാദാബ്ജ രജപൂതാ ശരീജലേ. തേനീയോധകം സർവേ മ്ലിപ്പയാ ച വൃഷം പുനാ അപ്ലുതാ ഹരിപാദാബ്ജേ രജപുതാ ശരീജലേ. വാക്കർത്ഥം: തേ അവരെല്ലാവരും, നീനിയ അർപ്പിക്കയാൽ, ഉദകം ജലം, സർവേ അവരിൽ ഓരോരുത്തരും, വിലപിക്കയാൽ, ച വൃംശം തൃപ്തികരമായി, പുനം വീണ്ടും, അപ്ലൂത സ്നാനം ചെയ്ത്, ഹരിപാദാബ്ജെ ഭഗവത് പാദാംബുജം, രജ ധൂളി, ഉദ ശുദ്ധീകരിക്കപ്പെട്ടു, ശരിൽ ഗംഗയിൽ നിന്ന്, ജലേ ജലത്തിൽ. വിവർത്തനം: ഭഗവാന്റെ പാദാംബുജധൂളികളാൽ പ്രകീർണമാകയാൽ പവിത്രമായ ഗംഗാജലം പിതൃക്കൾക്ക് ആവോളം തർപ്പണം ചെയ്യുകയും അവരെക്കുറിച്ച് അനുതപിക്കുകയും ചെയ്തുകൊണ്ട് അവർ ഗംഗാനദിയിൽ സ്നാനം ചെയ്തു. ശ്ലോകം 1, 8, 3 ശ്ലോകം. തത്രാസീനം കുരും പതി ധാർത്തരാഷ്ട്രാം സഹാനുജം ഗന്ധാരിം പുത്രശോകാർത്തം പൃഥം കൃഷ്ണം ച മാധവ. തത്രാസീനം കുരും പതിം ധാർത്തരാഷ്ട്രം സഹാനുജം ഗാന്ധാരിം പുത്രശോകാർത്തം പൃഥം കൃഷ്ണം ച മാധവ. തത്രാസീനം കുരും പതി ധാർത്തരാഷ്ട്രം സഹാനുജം ഗാന്ധാരിം പുത്രശോകാർത്തം പൃഥം കൃഷ്ണം ച മാധവ. വാക്കർത്ഥം: തത്ര അവിടെ, ആസീനം ഉപവിഷ്ടരായിക്കൊണ്ട്, കുരുംപതി കുരുവംശ രാജാവ്, ധൃതരാഷ്ട്രർ സഹനുജം അദ്ദേഹത്തിന്റെ ഇളയ ഭ്രാതാവിനോടൊപ്പം, ഗാന്ധാരി പുത്രൻ, ശോകാർത്താം അമിതമായ പുത്രവിയോഗ ദുഃഖം, പൃഥാം കുന്തി, കൃഷ്ണാം ദ്രൗപദി, ച മാധവ ശ്രീകൃഷ്ണ ഭഗവാൻ. വിവർത്തനം ഭാവാർത്ഥം: കൃഷ്ണകൃപാമൂർത്തി AC ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ്. കുരുവംശാധിപനായ മഹാരാജാവ് യുധിഷ്ഠിരൻ അദ്ദേഹത്തിന്റെ ഇളയ ഭ്രാതാക്കൾ ധൃതരാഷ്ട്രർ, ഗാന്ധാരി, കുന്തി, ദ്രൗപദി തുടങ്ങിയവരൊക്കെ ശോകാധിക്യത്താൽ നദീതീരത്തിരുന്നു. ശ്രീകൃഷ്ണ ഭഗവാനും അവരോടൊപ്പം ഉണ്ടായിരുന്നു. ഭാവാർത്ഥം: കുരുക്ഷേത്ര യുദ്ധം കുടുംബാംഗങ്ങൾ തമ്മിലാകയാൽ മഹാരാജാവ് യുധിഷ്ഠിരൻ അദ്ദേഹത്തിന്റെ ഭ്രാതാക്കൾ കുന്തി, ദ്രൗപദി, സുഭദ്ര, ധൃതരാഷ്ട്രൻ, ഗാന്ധാരി, അവരുടെ പുത്രവധു തുടങ്ങിയ ബാധിക്കപ്പെട്ടവരെല്ലാവരും തന്നെ കുടുംബാംഗങ്ങളായിരുന്നു. എല്ലാ പ്രമുഖ മൃതശരീരങ്ങളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ആകയാൽ കുടുംബ ദുഃഖം സംയുക്തമായിരുന്നു. പാണ്ഡവരുടെ പൃഥുഷേയനും കുന്തിയുടെ ഭാഗിനേയനും സുഭദ്രയുടെ ഭ്രാതാവുമാകയാൽ ശ്രീകൃഷ്ണ ഭഗവാനും അവരിൽ ഒരുവനായിരുന്നു. ആകയാൽ അവരെല്ലാവരോടും തുല്യ അനുകമ്പയുണ്ടായിരുന്നത് മാത്രമല്ല, ഭഗവാൻ എല്ലാവരോടും യഥോചിതമായി സാന്ത്വനപ്പെടുത്തുകയും ചെയ്തു. ജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമോ വിഷ്ണുപദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ സംഘർഷണ്ഡാസധികാരീതി നാമിനെ. നമോ പ്രഭുപാദാനിക പ്രേമമൂർത്തി കൃപാത്മനെ ഗൗരദേശ വികാശാർത്ഥ ഉത്തം ഭക്തിവർഷണേ. നമോ വിഷ്ണുപദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ. നമസ്തേ സാരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണി.
വാഞ്ചാകൽപതരൂപശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनंत कोटि वैष्णव वृंद की जय. श्रील प्रभुपाद की जय. हरे कृष्ण. ഈ ശ്രീമദ് ഭാഗവതൻ സുത ഗോസ്വാമി പറയുന്ന ഒരു ശ്ലോകങ്ങളാണ്. ഇതില് യുദ്ധത്തിന് ശേഷം അശ്വത്ഥാമാവ് പാണ്ഡവരുടെ പുത്രന്മാരെയെല്ലാം, ഉറങ്ങിക്കിടക്കുന്ന പുത്രന്മാരെയെല്ലാം വധിച്ചതിന് ശേഷം അശ്വത്ഥാമാവിന് യഥോചിതമായിട്ടുള്ള ശിക്ഷയും നൽകിയതിന് ശേഷമുള്ള സന്ദർഭമാണ് ഇവിടെ. അവിടെ എല്ലാവരും കൂടി ഉണ്ടായിരുന്നുവെന്ന് ഈ ഒരു ശ്ലോകങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റും. ശത്രുക്കളും മിത്രങ്ങളും ഇവിടെ സന്നിഹിതരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവരോടൊപ്പം തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാനും അവിടെ ഉണ്ടായിരുന്നു. അപ്പം അശ്വത്ഥാമാവിന് ശിക്ഷ നൽകിയതിന് ശേഷം ആ മൃതശരീരങ്ങൾ അവിടെ കിടക്കുകയാണ്. ആ മൃതശരീരങ്ങൾ യഥോചിതമായിട്ട് സംസ്കരിക്കണം. അപ്പൊ അതിന് വേണ്ട വിധത്തിലുള്ള ചടങ്ങുകളൊക്കെ ഈ പാണ്ഡവരും കുരുവംശത്തിൽ ബാക്കിയായിട്ടുള്ളവരും അവർ ചെയ്യുകയായിരുന്നു. അതിൽ ആദ്യത്തെ നമുക്ക് 2-ാം ശ്ലോകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പിതൃക്കൾക്ക് വേണ്ടി എല്ലാവരും ഗംഗാസ്നാനം ചെയ്യുകയും അവർക്ക് വേണ്ടി ഗംഗയിൽ നിന്ന് വെള്ളം എടുക്കുകയും ചെയ്തു എന്നാണ് ഇവിടെ പറയുന്നത്. ആദ്യത്തെ ശ്ലോകത്തിൽ നമ്മൾ കുറച്ച് ആഴത്തിലോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഗംഗയിൽ സ്നാനം ചെയ്തു എന്ന് പറയുന്നു. ഗംഗാ നദിയുടെ പ്രാധാന്യം എന്തെന്ന് വെച്ചാൽ അത് ഭഗവാന്റെ പാദാംബുജത്തിൽ നിന്നാണ് വരുന്നത്. ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഗംഗാദേവി, ഗംഗാ മാതാവ്. ഭഗവാന്റെ പാദത്തിൽ നിന്ന് വരുമ്പോൾ ഭഗവാന്റെ പാദത്തിന്റെ രേണുക്കൾ, ഡസ്റ്റ്, അതിൽ നിന്നുള്ള പൊടിയും ഗംഗ സ്വീകരിക്കുന്നു എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ എന്താണ് ഗംഗയ്ക്ക് ഈ മഹിമ വന്നത്, പവിത്രത വന്നത്? കാരണം അത് ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ്. ഭഗവാന്റെ പാദങ്ങളിലെ ധൂളി അത് സ്വീകരിക്കുന്നത് കൊണ്ടാണ് ഗംഗയ്ക്ക് ഈ പവിത്രത വന്നു ചേർന്നത്. അതുകൊണ്ടാണ് ശാസ്ത്രത്തിൽ പറയുന്നത്, ഇപ്പം ഗംഗാ നദിയില് ഒരു വെള്ളപ്പൊക്കമോ മറ്റോ വന്നു കഴിഞ്ഞാൽ, ശ്രീല പ്രഭുപാദ അദ്ദേഹത്തിന്റെ ഒരു ബുക്കുകൾ പറയുന്നുണ്ട്, ഗംഗാ നദിയില് വെള്ളപ്പൊക്കമോ ഒക്കെ വന്നു കഴിയുമ്പം അതിനകത്ത് ആ ഗംഗയില് പതകളും മറ്റു മാലിന്യങ്ങളും ഒക്കെ ഇങ്ങനെ ഒഴുകിപ്പോകും. പക്ഷേ ഭക്തന്മാര് ഗംഗാസ്നാനം തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. കാരണം എന്തെന്ന് വെച്ചാൽ അതിൽ ഭഗവാന്റെ പാദരേണു ഉണ്ട്, ഭഗവാന്റെ സാമീപ്യം അതിനകത്തുണ്ട്, ഭഗവാന്റെ കാരുണ്യം അതിനകത്തുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇന്ന് നമുക്കറിയാം, ഈ റീസെൻ്റ്ലി കുംഭമേളയൊക്കെ കഴിഞ്ഞു, ഒരുപാട് ആൾക്കാർ വന്ന് ഗംഗാ സ്നാനം നടത്തുകയൊക്കെ ചെയ്തു. ഗംഗാ യമുന സരസ്വതി അത് സംഗമിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. അപ്പം ഇതെല്ലാം ഭക്തന്മാർ എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? നമുക്ക് പലപ്പോഴും ആൾക്കാർ പറയുന്നത് നമുക്ക് നമ്മുടെ പാപങ്ങളൊക്കെ പോകും എന്നാണ് പറയുന്നത്. ഓഫ് കോഴ്സ് പാപങ്ങൾ പോകും, പക്ഷെ അതിനോടൊപ്പം തന്നെ നമുക്ക് കിട്ടാൻ പോകുന്ന നമുക്ക് ഈ ശാസ്ത്രങ്ങൾ മനസ്സിലാക്കിയാൽ അതിൽ കിട്ടാൻ പോകുന്നത് ഭഗവാന്റെ നേരിട്ടുള്ള ഒരു അനുഭവമാണ് ഗംഗാ സ്നാനത്തിലൂടെ നമുക്ക് വന്നു ചേരുന്നത്. കാരണം ആ വിശ്വാസത്തോടു കൂടിയാണ് ഭഗവാന്റെ പാദരേണുക്കൾ വഹിക്കുന്ന
അമ്മയാണ് ഗംഗ എന്ന് മനസ്സിലാക്കി നമ്മൾ അതിനകത്ത് സ്നാനം ചെയ്യുമ്പോഴാണ് നമുക്ക് പരിശുദ്ധ ഭക്തിയിലേക്ക് ഉയർന്നു വരാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് ശാസ്ത്രങ്ങളിലൂടെയാണ് മനസ്സിലാക്കുന്നത്. ശാസ്ത്രങ്ങള് വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നത് ആചാര്യന്മാരുമാണ്. പ്രത്യേകിച്ച് എ.സി. ഭക്തിവേദാന്ത സ്വാമി ശീല പ്രഭുപാദ് നമുക്ക് ഈ ശ്രീമദ് ഭാഗവതം വളരെ നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ശ്ലോകത്തിൽ നിന്ന് നമുക്കതിൻ്റെ അർത്ഥം ഗ്രഹിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഈശ്വരനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈശ്വരൻ്റെതായ പരിശുദ്ധ ഭക്തന്മാര് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം അനുഗ്രഹം നൽകുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവരുടെ കാരുണ്യത്തെക്കുറിച്ച് സ്മരിക്കാൻ ഇത്തരം ചടങ്ങുകളും ഒക്കെ നമുക്ക് സാധിക്കും. നമ്മൾ ഈ ബോധത്തോടു കൂടിയാണ് പിതൃക്കൾക്ക് തർപ്പണം ചെയ്യുന്നതെങ്കിൽ നമ്മളും ആ പുണ്യനദിയിൽ സ്നാനം ചെയ്യും. നമ്മളും ഈ സ്നാനം, ഈ വെള്ളം പിതൃക്കൾക്ക് അർപ്പിക്കും. അപ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ചടങ്ങുകളിലൂടെ നമ്മളെ പഠിപ്പിച്ചു തരുന്നത് ഈശ്വരന്റെ പാദങ്ങളെ ആശ്രയിക്കുക എന്നുള്ളതാണ്. കൃഷ്ണന്റെ പാദങ്ങളെ ആശ്രയിക്കുക എന്നുള്ള ആ തത്വമാണ് നമുക്കിതിലൂടെ നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ ഈ നമ്മൾ ഓരോ ചടങ്ങുകൾ വച്ചിരിക്കുമ്പോഴും ആ ചടങ്ങുകളിലൂടെ നമുക്ക് ഈ ഒരു സന്ദേശമാണ് കിട്ടേണ്ടത്. അത് ബാഹ്യമായിട്ട് പുണ്യപാപ പ്രവൃത്തികൾ ഒഴിവാക്കുന്ന ഒരു ചടങ്ങുകളോ അല്ലെങ്കിൽ മുക്തിക്ക് സഹായകമാകുന്ന ഒരു ചടങ്ങുകളോ അല്ല. ഭഗവാനുമായിട്ട് ബന്ധപ്പെടുക എന്നതാണ് അർത്ഥം. ഈ വൈദിക സംസ്കാരം അത്രയും മഹത്താണ്. കാരണം അതിലെ ഓരോ ചടങ്ങുകളും നമ്മളെ ഈശ്വരനുമായിട്ട് ബന്ധിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം 10 തരത്തിലുള്ള സംസ്കാരങ്ങൾ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്ന് ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട്. നാമകരണം അങ്ങനെ തുടങ്ങിയ ഓരോ സംസ്കാരങ്ങളിലും നമ്മളും ഈശ്വരനുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ചടങ്ങുകളാണ് അതെല്ലാം. പക്ഷേ കാലങ്ങളോളം വന്ന നമ്മുടെ അപചയത്തിന് കാരണമായിട്ട് നമുക്ക് ഈ ചടങ്ങുകളും അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശശുദ്ധിയും നമ്മൾ മറന്നു പോയിരിക്കുകയാണ്. പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. നമ്മളൊരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചു അല്ലെങ്കിൽ ഒരു ഭാരതീയ സംസ്കാരത്തിൽ നമ്മൾ ജനിച്ചു എന്ന് വിചാരിച്ച് നമ്മൾ പല കാര്യങ്ങളും ചെയ്യാറുണ്ടെങ്കിലും അതും അതിൻ്റെ അന്തസത്ത, അത് ഈശ്വരനുമായിട്ട് നമ്മളെ ബന്ധിപ്പിക്കുന്നു എന്ന ആ സത്യവും തമ്മിൽ നമ്മൾ വിസ്മരിച്ചു പോയിരിക്കുകയാണ്. ആ വിസ്മരിച്ചു പോയതിൻ്റെ കാരണം നമ്മൾ ചടങ്ങുകൾ മുറ പോലെ ചെയ്യുന്നുണ്ടാവും. പക്ഷേ നമ്മൾ അതിൻ്റെ പുറകിലുള്ള ആ ഒരു കാരണം, എന്തുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യേണ്ടത് എന്നുള്ള കാരണം നമ്മൾ ശാസ്ത്രങ്ങൾ വായിക്കാത്തത് കൊണ്ടും ശാസ്ത്രങ്ങൾ യഥാ രീതിയിൽ തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമായ ആചാര്യന്മാരിൽ നമ്മൾ ശരണം പ്രാപിക്കാത്തത് കൊണ്ട് നമ്മൾ വിട്ടുപോയി. അതുകൊണ്ട് നമ്മൾ ചടങ്ങുകളൊക്കെ മുറ പോലെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൻ്റെ അന്തസത്ത നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ട് നമുക്ക് ആർക്കും അത് ശരിയായ രീതിയിൽ പറഞ്ഞു കൊടുക്കാനും സാധിക്കില്ല. നമ്മുടെ ബുദ്ധിക്ക് തന്നെ അത് ഉചിതമെന്ന് നമുക്ക് പൂർണ്ണമായ ബോധ്യവുമില്ലാത്തത് കൊണ്ട് ക്രമേണ ഇത്തരം കാര്യങ്ങൾ അപചയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെയാണ് എ.സി. ഭക്തിവേദാന്ത സ്വാമി ശീല പ്രഭുപാദിന്റെ പ്രാധാന്യം നമുക്ക് വരുന്നത്. നമ്മൾ ഭാരതത്തിൽ ജനിച്ചത് കൊണ്ട് നമുക്ക് ചടങ്ങുകളൊക്കെ അറിയാം. പക്ഷെ അതിന്റെ അന്തസ്സത്തെ അറിയില്ല. അവിടെയാണ് എസ്.സി. ഭക്തിവേദാന്ത സ്വാമി ശീല പ്രഭുപാദ് ഈ സംസ്കൃതത്തിലുള്ള ശ്രീമദ് ഭാഗവതവും എല്ലാം നമ്മൾ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് ഈ ഗ്രന്ഥങ്ങൾ നമുക്ക് നൽകിയത്. ലോകമെമ്പാടും കിട്ടണം എന്ന ഉദ്ദേശത്തിലാണ് അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷയിൽ തന്നെ ഈ ഗ്രന്ഥങ്ങൾ നമുക്ക് നൽകിയത്. അപ്പം നമുക്ക് ആ ഗംഗാമാതാവിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ പറ്റും. ഗംഗാമാതാവിന് എന്തുകൊണ്ടാണ് പ്രാധാന്യം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഗംഗയിൽ സ്നാനം ചെയ്യുന്നതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ പവിത്രത നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക്
ഈ ഭാരതീയമായ സംസ്കാരം അല്ലെങ്കിൽ വൈദിക സംസ്കാരത്തിന്റെ പൂർണ്ണമായ അന്തഃസത്ത ഈശ്വരനുമായിട്ട് ബന്ധം സ്ഥാപിക്കലാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ എന്തുമാത്രം സേവനമാണ് നമുക്കെല്ലാവർക്കുമായിട്ട് എസ്.സി. ഭക്തിവേദാന്ത സ്വാമി ശീല പ്രഭുപാദ് നമുക്ക് നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് ഊഹിച്ചെടുക്കാനായിട്ട് സാധിക്കും. ശീല പ്രഭുപാദിനെ പോലുള്ള ഒരു ആചാര്യന്മാരില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഇന്നും ഈ ചടങ്ങുകളൊക്കെ മുറ പോലെ ചെയ്യുമായിരുന്നു. പക്ഷെ അതിന്റെ അന്തഃസത്ത എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കത്തില്ലായിരുന്നു. ഇത്രയും മഹത്തായ ഒരു കാരുണ്യമാണ് ശ്രീല പ്രഭുപാദ് നമുക്കെല്ലാവർക്കുമായിട്ട് നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കാരുണ്യം അദ്ദേഹം വന്നിട്ട് അദ്ദേഹം ആ കാരുണ്യവുമായിട്ട് തിരിച്ചു പോയിട്ടില്ല. അദ്ദേഹം ആ കാരുണ്യത്തെ ഇവിടെ വച്ചിട്ടാണ് പോയത്. അതിനായിട്ടാണ് അദ്ദേഹം ഈ പുസ്തകങ്ങളെല്ലാം നമുക്ക് നൽകിയിരിക്കുന്നത്. ശ്രീമദ് ഭാഗവതം, ഭഗവത്ഗീത, ഉപദേശാമൃതം, ഭക്തിരസാമൃത സിന്ധു, കൃഷ്ണ ബുക്ക്, ചൈതന്യ ചരിതാമൃതം, ഇങ്ങനെ ടീച്ചിങ്സ് ഓഫ് ലോർഡ് ചൈതന്യ, ശീല പ്രഭുപാദ് എഴുതിയ ഗ്രന്ഥങ്ങൾ അനവധിയാണ്. അതിലൂടെ എല്ലാം നമുക്ക് ഈ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടതായ കാര്യങ്ങളും അതിന് പുറകിലുള്ള കാരണവും മനസ്സിലാക്കി തരുന്നുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാനും ഒരു സ്ഥലത്ത് കൃഷ്ണ ബുക്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ എവിടെയാണെന്ന് ഓർക്കുന്നില്ല. അതില് കൃഷ്ണ ബുക്കില് കൃഷ്ണ ഭഗവാൻ, എനിക്ക് തോന്നുന്നു ആ ഗോപബാലന്മാർക്ക് ബ്രാഹ്മണ പത്നിമാരുടെ അടുത്ത് പോയി ദാനം ചോദിക്കാനായിട്ട് പറയുന്ന സന്ദർഭത്തിലാണ് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്കത് ഉറപ്പില്ല. അതില് ശ്രീല പ്രഭുപാദ് കൃഷ്ണൻ പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്, ഒരു കാര്യം നമ്മൾ അറിയാതെ ചെയ്താലും അതിന് പ്രയോജനം ഉണ്ടാവും തീർച്ചയായിട്ടും. പക്ഷെ അതിന്റെ അന്തഃസത്ത എന്തെന്ന് മനസ്സിലാക്കി ചെയ്താൽ അതിന്റെ പ്രയോജനം വളരെ കൂടുതലാണെന്ന് ശ്രീല പ്രഭുപാദ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിലൂടെ കൃഷ്ണ ഭഗവാനാണ് പറഞ്ഞത്. അത് ശ്രീല പ്രഭുപാദ് കൃഷ്ണ ബുക്കിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം ഇത്തരം ഒരു ഉദ്യമം വളരെ അധികം സുദർഹ്യമാണ്. കാരണം ഇങ്ങനെ എല്ലാ ദിവസവും ശ്രീമദ് ഭാഗവതം നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നതും അത് ശ്രവിക്കുന്നതും ഒക്കെ നമുക്ക് തീർച്ചയായിട്ടും പ്രയോജനം ചെയ്യും. അത് നമ്മൾ ഓരോ ദിവസവും നമ്മൾ ശ്രീമദ് ഭാഗവതം വായിക്കുന്നതും അത് നമ്മൾ മറ്റുള്ളവർക്ക് നമുക്ക് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതും ഒക്കെ ശ്രീല പ്രഭുപാദിനുള്ള ഒരു ആരതിയായിട്ട് തന്നെ നമുക്കിതിനെ കാണാം. അതിന് സഹായിക്കുന്ന എല്ലാ ഭക്തജനങ്ങളും വളരെയധികം ശ്രീല പ്രഭുപാദ് അവരോട് വളരെയധികം പ്രീതി ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇത് ഒന്നാമത്തെ ശ്ലോകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഭഗവാനുമായിട്ട് ബന്ധപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും അധികം അതിന്റെ അന്തഃസത്ത എന്നുള്ളത്. അതിലാണ് നമുക്ക് ആചാര്യന്മാര് നാമം നൽകിയിരിക്കുന്നത്. ആചാര്യന്മാര് നമുക്ക് പരിശുദ്ധ ഭക്തന്മാരെ ഗുരുവായിട്ട് സ്വീകരിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഭക്തന്മാരുടെ സാമീപ്യം, അവരുടെ സംഘം തേടാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ശാസ്ത്ര ഗ്രന്ഥങ്ങൾ വായിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഗുരു, സാധു, ശാസ്ത്ര, ഇതെല്ലാം നമ്മളെ ഭഗവാനുമായിട്ട് ബന്ധിപ്പിക്കാൻ വേണ്ടിയുള്ള മാർഗങ്ങളാണ്. അപ്പൊ ഇവിടെ ഈ പൃഥുതർപ്പണ കർമ്മത്തിൽ കൂടി നമുക്കത് അറിയാൻ പറ്റും. ഗംഗാമാതാവും ഭഗവാനും തമ്മിലുള്ള ബന്ധവും നമ്മൾ ഗംഗാമാതാവിനെ എങ്ങനെ കാണണം എന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി മൂന്നാമത്തെ ശ്ലോകത്തില് അതിലെ വിവർത്തനത്തിൽ പറയുന്നത്, കുരുവംശാധിപനായ മഹാരാജാവ് യുധിഷ്ഠിരൻ മഹാരാജാവ് യുധിഷ്ഠിരൻ എന്നാണ് ഇവിടെ സംബോധന ചെയ്തിരിക്കുന്നത്. കുരുവംശ അധിപനായ മഹാരാജാവ് യുധിഷ്ഠിരൻ. യുദ്ധത്തിന് മുമ്പ് അങ്ങനെ നമ്മൾ സംബോധന ചെയ്യുന്നില്ലായിരുന്നു. പക്ഷെ യുദ്ധത്തിന് ശേഷം അദ്ദേഹം കുരുവംശത്തിന്റെ മഹാരാജാവാണ്. ഇവിടെ ഒരു സംഗതി നമുക്ക് അറിയാൻ പറ്റും. ഭഗവത്ഗീതയില് ആദ്യത്തെ ശ്ലോകത്തില് ധൃതരാഷ്ട്ര ഉവാച എന്ന് പറയുന്നത്, ആ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, എന്റെ കുരുവംശരായ എന്റെ മക്കളും പാണ്ഡവരും എന്ത് ചെയ്തു എന്നാണ് ധൃതരാഷ്ട്രൻ ചോദിക്കുന്നത്. അതായത്
ഇവിടെ കുരുവംശത്തിന്റെ ആ ഒരു പാരമ്പര്യം പാണ്ഡവർക്ക് നിഷേധിക്കുകയാണ് നമ്മുടെ ധൃതരാഷ്ട്രൻ. യഥാർത്ഥത്തിൽ പാണ്ഡവരും കൗരവരും എല്ലാം കുരുവംശത്തിലുള്ളവരാണ്. പക്ഷേ പാണ്ഡവർക്ക് കുരുവംശം, അവര് പാണ്ഡവരാണ്. കുരുവംശത്തിന്റെ യഥാർത്ഥ പാരമ്പര്യം അല്ലെങ്കിൽ അവരുടെ ലീഗസി ഫോളോ ചെയ്യുന്നത് കൗരവരാണെന്നാണ് നമ്മുടെ ധൃതരാഷ്ട്ര പറഞ്ഞത് ഭഗവത്ഗീതയുടെ തുടക്കത്തിൽ. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവ മാമവ പാണ്ഡവായേവ കിമ അകുർവത സഞ്ജയ എന്ന് പറയുന്ന ആ ശ്ലോകത്തിൽ പാണ്ഡവരും കൗരവരും, അതായത് തന്റെ മക്കൾ കൗരവരാണ്, കുരുവംശത്തിന്റെ പിന്തുടർക്കാരാണ്, മറ്റവര് പാണ്ഡവരാണ് എന്ന് നമ്മുടെ ധൃതരാഷ്ട്ര പറയുന്നുണ്ട്. പക്ഷെ ഈ ശ്ലോകത്തിൽ നമ്മൾ നോക്കണം, ഭാഗവത്തിന്റെ ഈ ശ്ലോകത്തില് ഇവിടെ പറയുന്നത് കുരുവും പതിയും, കുരുവും പതിയും തത്രാസീനം കുരുവും പതിയും, കുരുവംശ അധിപനായ മഹാരാജാവ് യുധിഷ്ഠിരൻ. അപ്പം ആ ഡെസിഗ്നേഷൻ ചേഞ്ച് ചെയ്യാണ് അല്ലെ. നമുക്ക് ആദ്യത്തില് ധൃതരാഷ്ട്രം അവിടെ ഉണ്ട്, അവിടെയും ഉണ്ട് ധൃതരാഷ്ട്ര. നമ്മുടെ കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുന്ന സമയത്തും ധൃതരാഷ്ട്രം ഉണ്ട്. അവിടെ അദ്ദേഹം ഈ ഒരു സ്ഥാനം യുധിഷ്ഠിരന് കൊടുത്തില്ല. പക്ഷെ ഇവിടെ യുദ്ധമെല്ലാം കഴിഞ്ഞു, എല്ലാം അവസാനിച്ചു. അതിനുശേഷം ഇവിടെ സുത ഗോസ്വാമി പറയുന്നത് കുരുവംശ അധിപനായ മഹാരാജാവ് യുധിഷ്ഠിരൻ എന്നാണ് പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ത് ചേഞ്ചാണ് ആ യുദ്ധം കൊണ്ടുവന്നത് എന്ന്. ഇതായിരുന്നു ഭഗവാന്റെ ആഗ്രഹം. ഭഗവാൻ ഈ ഭൗതിക ലോകത്തില് ജീവാത്മാക്കളെല്ലാം ഭഗവാനെ മറന്ന് ആസ്വദിക്കണം എന്ന ഉദ്ദേശത്തിലാണ് നമ്മളെല്ലാരും ഈ ഭൗതിക ലോകത്തിൽ വന്നിരിക്കുന്നത്. പക്ഷെ ആ മറന്ന് ആസ്വദിക്കണം എന്ന് ആഗ്രഹിച്ച ജീവജാലങ്ങൾക്ക് ശരിയായ മാർഗനിർദ്ദേശം കൊടുക്കണം, അല്ലെങ്കിൽ അവർ വൈൽഡ് ആയിട്ട് അങ്ങ് പോകും, അവർ ഇന്ദ്രിയാസ്വാദനത്തിന്റെ പുറകെ പോകും. അപ്പം ശരിയായ നേതാക്കൾ വേണം. അപ്പം ഭഗവാന്റെ ആഗ്രഹമാണ് ധർമ്മിഷ്ഠരായിട്ടുള്ള പാണ്ഡവര് ലോകം ഭരിക്കണം എന്നുള്ളത്. അപ്പൊ ആ ഒരു ചേഞ്ചാണ് ഈ നമ്മുടെ കുരുക്ഷേത്ര യുദ്ധം കൊണ്ടുവന്നത്. ഭഗവാന്റെ ഇംഗിതം അവിടെ നടപ്പാക്കുകയായിരുന്നു കുരുക്ഷേത്ര യുദ്ധത്തിലൂടെ സംഭവിച്ചത്. പിന്നെ കുരുവംശാധിപനായ മഹാരാജ യുധിഷ്ഠിരൻ, അദ്ദേഹത്തിന്റെ ഇളയ ഭ്രാതാക്കൾ, അതായത് പാണ്ഡവരിലെ ബാക്കിയുള്ളവര് ധൃതരാഷ്ട്ര, ഗാന്ധാരി, കുന്തി, ദ്രൗപദി തുടങ്ങിയവരൊക്കെ ശോകാധിക്യത്താൽ നദീതീരത്തിരുന്നു. ശ്രീകൃഷ്ണ ഭഗവാനും അവരോടൊപ്പം ഇരുന്നു. ഇവിടെ ഭഗവാന്റെ ഒരു ഗുണം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ശ്രീകൃഷ്ണ ഭഗവാൻ ഈ യുദ്ധത്തിനെല്ലാം കാരണക്കാരനായിട്ടുള്ള നമ്മുടെ ധൃതരാഷ്ട്ര, സ്പെഷ്യലി ധൃതരാഷ്ട്ര, അദ്ദേഹം ഉണ്ടായിരുന്നു. യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ട പാണ്ഡവരും അവിടെ ഉണ്ടായിരുന്നു. രണ്ടുപേർക്കും നഷ്ടം സംഭവിച്ചു. ധൃതരാഷ്ട്രർക്ക് തന്റെ മക്കളെയും നഷ്ടപ്പെട്ടു, പാണ്ഡവർക്ക് അവർക്കും മക്കളെയും നഷ്ടപ്പെട്ടു. രണ്ടുപേരും ശോകാധിക്യത്തിൽ ഇരുന്നു. അവരെ രണ്ടുപേരെയും ആശ്വസിപ്പിക്കാനായിരുന്നു ഭഗവാനും അവരോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ശത്രുക്കളും മിത്രങ്ങളും ഇല്ല എന്നുള്ള ഒരു സംഗതി നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഭഗവാന് ഭേദചിന്തയില്ല. കാരണം ഭഗവാന് എല്ലാവരും തന്റെ അംശങ്ങളാണ്. ഭക്തന്മാരാകട്ടെ അഭക്തന്മാരാകട്ടെ എല്ലാവരും ഭഗവാന്റെ അംശങ്ങളാണ്. അപ്പം എല്ലാ ജീവജാലങ്ങളും ഭഗവാന്റെ അംശമായതുകൊണ്ട് ഭഗവാനോട് എല്ലാവരോടും ഒരേപോലെ കാരുണ്യമുണ്ട്. പക്ഷെ ആ കാരുണ്യത്തിന്റെ പ്രകടിപ്പിക്കുന്ന രീതി വ്യത്യസ്തമായിരിക്കും. പാണ്ഡവര് ഭഗവാനോട് സ്നേഹാധിക്യത്തിലാണ് പെരുമാറിയത്. അപ്പോൾ ഭഗവാൻ തിരിച്ച് സ്നേഹാധിക്യത്തിൽ അവരോട് ഇടപഴകുകയാണ് ചെയ്തത്. അതേസമയം കൗരവര് അദ്ദേഹത്തിനോട് വിദ്വേഷ രീതിയിലാണ് പെരുമാറിയത്. അപ്പൊ എന്താണോ ഭഗവാനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. ഏതാ മാം പ്രപദ്യന്തെ താം തദൈവ ഭജാമ്യഹം മമ വർത്തമാനുവർത്തന്തി മനുഷ്യ പാർഷ സർവശ. എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എന്നെ പിന്തുടരുന്നു.
എങ്ങനെയാണോ അവരെന്നെ സമീപിക്കുന്നത് അതനുസരിച്ചായിരിക്കും ഞാൻ അവരോട് പെരുമാറുന്നത് എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അപ്പം ആഹ് പാണ്ഡവര് സ്നേഹം കൊണ്ട് ഭഗവാനോട് ബന്ധപ്പെട്ടു. ആഹ് കൗരവര് വിദ്വേഷം കൊണ്ട് ഭഗവാനോട് ബന്ധപ്പെട്ടു. പക്ഷേ ആ യുദ്ധമെല്ലാം കഴിഞ്ഞപ്പോൾ രണ്ടുപേർക്കും ആശ്വസിപ്പിക്കാനായിട്ട് ഭഗവാനുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ഒരു പാഠം എന്ന് പറഞ്ഞാല് നമ്മള് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും ഞാൻ ഒരുപാട് പാപിയാണ്, എനിക്ക് ഒരിക്കലും മോചനം കിട്ടില്ല, ഞാൻ ഏറ്റവും താഴേക്കിടയിലുള്ള വ്യക്തിയാണ്, എനിക്ക് എവിടെയാണ് ഒരു ആഹ്, ഈശ്വര ആഹ്, ഈശ്വരന്റെ അടുത്തേക്ക് വരാനായിട്ട് സാധിക്കുന്നത് എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നും. പക്ഷെ ഈ ഒരു സംഗതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഭഗവാൻ എല്ലാവരോടും ഈക്വലാണ്. നമ്മൾ എത്ര എത്ര കോടി ജന്മങ്ങൾ ഭഗവാനെ ആഹ്, വിദ്വേഷപരമായിട്ട് നമ്മൾ ഇടപെട്ടിട്ടുണ്ടെങ്കിലും ഒരു നിമിഷം നമ്മൾ പൂർണ്ണമായിട്ടും ഭഗവാനിൽ ശരണാഗതി എടുത്താൽ ഭഗവാൻ സ്വന്തമായിട്ട് കരുതി നമ്മളെ സ്വീകരിക്കുമെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ആരും അയോഗ്യരല്ല ഈശ്വരന്റെ ഭക്തിയിലേക്ക് വരാനായിട്ട്. ഈശ്വരന്റെ കാരുണ്യം കിട്ടാന് ആരും അയോഗ്യരല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പാൺ പാണ്ഡവർക്ക് വേണ്ടത്ര അംഗീകാരവും കൊടുത്തു, കൗരവർക്ക് വേണ്ടത്ര ശിക്ഷയും കൊടുത്തു. എന്നാലും രണ്ടുപേരെയും അദ്ദേഹം ആശ്വസിപ്പിക്കാനായിട്ട് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതാണ് ഭഗവാന്റെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ക്വാളിറ്റി. ഒരു അമ്മ ചിലപ്പം കുസൃതിയായ ഒരു കുട്ടിക്ക് അടി കൊടുക്കുമായിരിക്കും. ആഹ് നല്ലത് ചെയ്തൊരു കുട്ടിക്ക് സമ്മാനം മേടിച്ചു കൊടുക്കുമായിരിക്കും. പക്ഷെ രണ്ടുപേരോടും അമ്മയ്ക്ക് തുല്യ രീതിയിലായിരിക്കും ഇഷ്ടം. അപ്പൊ അതേപോലെ തന്നെ നമ്മളും ഈ ഒരു ഭഗവാന്റെ ആഹ് ആ ഒരു മാർഗം നമ്മളും കാണുകയും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയും നമ്മുടെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരികയും ചെയ്യണം. ചിലപ്പോൾ നമ്മളോട് വിദ്വേഷപരമായിട്ട് പലരും പെരുമാറിയിട്ടുണ്ടാകാം. ആഹ് നമ്മളോട് അസൂയ പുലർത്തിയിട്ടുണ്ടാകാം. ചിലപ്പോൾ നമ്മളോട് സ്നേഹം പുലർത്തിയിട്ടുണ്ടാകാം. പക്ഷേ എല്ലാവരോടും ഭഗവാന് അവർ ഭഗവാന്റെ അംശമായതുകൊണ്ട് ഭഗവാൻ എല്ലാവരോടും കാരുണ്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കും എല്ലാവരോടും കാരുണ്യം ചൊരിയാനായിട്ട് സാധിക്കും. അവിടെ ഭേദചിന്ത ഉണ്ടാവില്ല. ഒരുപക്ഷേ നമ്മള് അവരിടപഴകുന്നതനുസരിച്ച് നമ്മൾ തിരിച്ചിടപഴകുമായിരിക്കും. പക്ഷെ ഉള്ളിന്റെ ഉള്ളില് നമ്മളെല്ലാവരും ഈശ്വരന്റെ അംശമാണെന്നും എല്ലാവരും ഈശ്വരന് പ്രിയപ്പെട്ടവരാണെന്നും ഈശ്വരന്റെ ദൃഷ്ടിയിൽ എല്ലാവരെയും ഒരേപോലെയാണ് ഈശ്വരൻ കാണുന്നതെന്നും ശത്രുവെന്നും മിത്രമെന്നും ചിന്തിക്കുന്നില്ല എന്നും എല്ലാവരോടും സ്നേഹം മാത്രമാണ് ഈശ്വരനുള്ളതെന്നും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈശ്വരന്റെ അംശമായ നമ്മൾക്ക് ഓരോരുത്തരും ഭഗവാനോട് സ്നേഹം നമുക്ക് പുലർത്താനായിട്ട് സാധിക്കും. ഇതാണ് നമുക്ക് ഇതിൽ നിന്ന് നമ്മൾ ആർജിച്ചെടുക്കേണ്ടതായിട്ടുള്ള കാര്യം. അപ്പൊ നമുക്ക് എങ്ങനെ അത് സാധിക്കും? ഇത് ഒരു ക്ലാസ്സിലോ ഒരു പ്രഭാഷണത്തിലോ നമുക്ക് ഉദ്ഘോഷിക്കാം. പക്ഷെ നമ്മുടെ ദൈനംദിന ജീവിതത്തില് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പലപ്പോഴും അസൂയപരമായിട്ടോ ദേഷ്യപരമായിട്ടോ ഒക്കെ ആയിരിക്കും മറ്റുള്ളവരോട് ഇടപഴകുന്നത്. പക്ഷെ നമുക്ക് എങ്ങനെ അത് കൊണ്ടുവരാനായിട്ട് സാധിക്കും? ഈശ്വരനുമായിട്ടുള്ള ബന്ധം എല്ലാവർക്കും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുമ്പോൾ നമുക്ക് എല്ലാവരെയും സ്നേഹത്തോടു കൂടി സ്വീകരിക്കാൻ പറ്റും. എന്ന് വെച്ച് ഇപ്പം ശീല പ്രഭുപാദ് പറഞ്ഞു ഒരാൾ നമ്മളെ വധിക്കാനോ നമ്മളെ ആക്രമിക്കാനോ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ശീല പ്രഭുപാദ് പറഞ്ഞു. ശീല പ്രഭുപാദ് പറഞ്ഞു ഞാനൊരു കട്ടയുമായിട്ട് ഒരു ഡോറിന്റെ ബാക്കിൽ നിൽക്കും അവരെ തിരിച്ചാക്രമിക്കാനായിട്ട് എന്ന് പ്രഭുപാദ് പറഞ്ഞു. അപ്പൊ ഞാനിവിടെ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് നമ്മൾ എല്ലാവരെയും സമഭാവനയോടെ കാണണം എന്ന് പറഞ്ഞ് അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മളോട് വിദ്വേഷപരമായിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിയോടും നമ്മൾ സൗമ്യശീലമായി പെരുമാറണം എന്നല്ല അർത്ഥം. പക്ഷെ അവരെല്ലാം ഈശ്വരന്റെ അംശമാണ്, എല്ലാവരും ഈശ്വരന് പ്രിയപ്പെട്ടവരാണ് എന്നുള്ള ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും വേണം എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാ നമുക്ക് ആ ഒരു രണ്ട് രീതിയിൽ ഭൗതിക ലോകത്തില് പലരും പല രീതിയിലായിരിക്കും നമ്മളോട് ഇടപഴകുന്നത്. അതേസമയം തന്നെ നമ്മൾ എല്ലാവരെയും സമഭാവനയോട് കാണണം എന്ന് പറയുന്നു. ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നു സമസർവേഷു ഭൂതേഷു മദ്ഭക്തി ലഭതേ പരാം. എല്ലാ ചരാചരങ്ങളെയും ഒരേപോലെ കാണുന്ന വ്യക്തിക്കാണ് മദ്ഭക്തി, എന്റെ ഭക്തി കിട്ടുന്നതെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പൊ എങ്ങനെ അത് സാധിക്കും? നമ്മൾ വ്യത്യസ്തമായ ആൾക്കാരോടുമാണല്ലോ നമ്മൾ എല്ലാവരും ഇടപഴകുന്നത്. എങ്ങനെ നമുക്കത് സാധിക്കും എന്നുള്ളത് ഒരു പ്രാധാന്യമുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ അതില് നമുക്ക്
ആചാര്യന്മാര് അതിനുള്ള ഉത്തരം പറയുന്നുണ്ട്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഭഗവാന്റെ ഈ തിരുനാമങ്ങൾ നമ്മൾ നിരന്തരം ജപിക്കുകയും അത് കൂടുതൽ കൂടുതൽ ജപിക്കാനും ശ്രമിക്കുകയും അതേസമയം തന്നെ ഓരോ വട്ടം ജപിക്കുമ്പോഴും എനിക്കും എല്ലാ ചരാചരങ്ങൾക്കും ഭഗവാന്റെ പരിശുദ്ധ ഭക്തി കിട്ടണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാവരെയും നമ്മുടെ പ്രാർത്ഥന ഈ നാമത്തിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അവിടെ നമ്മളും ഭഗവാനും മാത്രമല്ല, ഈ സർവ്വ ചരാചരങ്ങൾക്കും ഭഗവാന്റെ അടുത്ത് പരിശുദ്ധ ഭക്തി കിട്ടണം എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ നമ്മൾ നമ്മുടെ ഈ നാമജപത്തിലൂടെ നമുക്ക് എല്ലാവരോടും സ്നേഹവും എല്ലാവരോടും കാരുണ്യവും, അത് നമ്മളുടെ കാരുണ്യമല്ല, ഭഗവാനിൽ നിന്ന് വരുന്ന കാരുണ്യം, അതിന്റെ ഒരു അംശം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇവിടെ അതാണ് ഭഗവാൻ നമുക്ക് ഒരു ഒരു കുടുംബത്തിലെ രണ്ട് അംഗങ്ങളും ദുഃഖിതരാണ്. ഒരു അംഗത്തിന്റെ കാരണം കൊണ്ടാണ് മറ്റേയാൾ ദുഃഖിതരായത്, മറ്റേ അംഗത്തിന്റെ കാരണം കൊണ്ടാണ് ഈ അംഗം ദുഃഖിതരായത്. പക്ഷെ അവിടെ ഭഗവാൻ നടുക്ക് വന്നപ്പം എല്ലാവരും ആശ്വസിപ്പിക്കപ്പെട്ടു എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മുടെ ജീവിതത്തിന്റെ സെന്ററിലും നമ്മുടെ ചിന്തയിലും നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ഭഗവാൻ നമ്മുടെ അടുത്ത് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവരെയും സഹ സമഭാവനയോടെ കാണാനായിട്ട് സാധിക്കുകയും എല്ലാവരോടും ആ രീതിയിൽ ഇടപഴകാൻ സാധിക്കുകയും മാത്രമല്ല ആ ഇടപഴകൽ കൊണ്ട് തന്നെ നമുക്ക് ഈശ്വര ഭക്തിയിൽ വളരാനും സാധിക്കും. ഹരേ കൃഷ്ണ. ഇനി 5 മിനിറ്റും കൂടെ ഉണ്ട്. എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കും. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. പിന്നെ ഈ കൃഷ്ണന് ഈ ശരിക്കും പറഞ്ഞാൽ ഭഗവാനെ എല്ലാം അറിയാം. പക്ഷെ ഈ 5 പേരും കൊല്ലപ്പെടുന്നുള്ളതും കൃഷ്ണൻ അറിയാം. പക്ഷെ എന്തുകൊണ്ട് അത് തടുത്തില്ല? അപ്പൊ അവര് മുൻകർമ്മം ചെയ്ത പാവം അത് അനുഭവിക്കാൻ വേണ്ടിയായിരിക്കും അല്ലേ? ഒന്ന് പാഞ്ചാലി അല്ലെങ്കിൽ ഈ പഞ്ചപാണ്ഡവന്മാര്. ഭഗവാൻ എല്ലാം അറിയാം. എന്തുകൊണ്ട് ഭഗവാന് ഈ കുട്ടികൾ കൊല്ലപ്പെടുന്നത് തടഞ്ഞില്ല എന്നുള്ളതാണ് ചോദ്യം. ഭഗവാൻ എല്ലാം അറിയാമെങ്കിലും ഭഗവാൻ നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടത്തില്ല. സ്വാതന്ത്ര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മൾ വെറും റോബോട്ടുകളായിട്ട് മാറിപ്പോകും. നമ്മുടെ അസ്തിത്വത്തിന്റെ ഉദ്ദേശം തന്നെ ഭഗവാനുമായിട്ട് സ്നേഹബന്ധത്തിൽ നിൽക്കുക എന്നുള്ളതാണ്. ആ സ്നേഹബന്ധം നിലനിൽക്കണമെങ്കിൽ അവിടെ സ്വാതന്ത്ര്യം അത്യാവശ്യമാണ്. ജീവജാലങ്ങള് ഈ ലോകത്തായാലും ആത്മീയ ലോകത്തിലായാലും ഭഗവാൻ നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടത്തില്ല. നമ്മൾ ചോദിക്കും എന്തുകൊണ്ട് ഇടപെട്ടില്ല? ഇപ്പം നമുക്ക് നല്ലത് മാത്രമല്ലേ വരുവുള്ളൂ എന്നുള്ളത്. പക്ഷെ നമുക്ക് ശരിയായ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനുള്ള വഴികൾ മറ്റു രീതിയിൽ ഭഗവാൻ നമുക്ക് നൽകിയിട്ടുണ്ട്. ശാസ്ത്ര ഗ്രന്ഥങ്ങൾ വഴിയും ആചാര്യന്മാർ വഴിയും ഭക്തന്മാർ വഴിയും ഭഗവാനിൽ നിന്ന് നേരിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമുക്കറിയാം. നമ്മൾ വിചാരിക്കരുത് കൗരവർ എന്ന് പറഞ്ഞാൽ അവര് ഈ ശാസ്ത്രങ്ങളൊന്നും പഠിക്കാത്തവരാണെന്ന് വിചാരിക്കരുത്. അവരും ഈ ശാസ്ത്രങ്ങളെല്ലാം പഠിച്ചവരാണ്. പക്ഷേ അവരുടെ സ്വാതന്ത്ര്യത്തെ അവർ ദുരുപയോഗം ചെയ്യുകയാണ്. അതേസമയം പാണ്ഡവർക്ക് അവരുടെ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ അവർ ശരിയായ വിധത്തിൽ വിനിയോഗിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു കാര്യം ഓരോ ജീവജാലങ്ങൾക്കുമുള്ള സ്വാതന്ത്ര്യത്തെ നമ്മൾ ഭഗവാൻ അത് എടുത്തു കളയുകയാണെങ്കിൽ നമ്മളെല്ലാം ഒരു യാന്ത്രികമായ റോബോട്ടുകളായിട്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഓരോ നിമിഷവും നമുക്ക് ഭക്തിയിലേക്ക് വരാനും ഭക്തന്മാരാകാനും അല്ലെങ്കിൽ അഭക്തന്മാരാകാനും ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പം നമ്മുടെയൊക്കെ ഈ മരിച്ചവരൊക്കെ അവരുടെ അവരുടെ പ്രവർത്തികൾ കൊണ്ടും അവരുടെ വാസനകൾ കൊണ്ടുമാണ് അവർക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ വന്നു ചേർന്നിരിക്കുന്നത്. ഭഗവാൻ അതിൽ ഇടപെടുന്നില്ല. ഭഗവാൻ പക്ഷെ നമുക്ക് വന്നു ചേരുന്ന ആ റിയാക്ഷൻസിൽ നമ്മൾ അത് എങ്ങനെയാണ് ഭഗവാന്റെ സേവനത്തിൽ ഉപയോഗിക്കുന്നത് എന്നതാണ് നമ്മുടെ മേന്മ. അപ്പൊ അങ്ങനെ ഉപയോഗിക്കുന്ന നമുക്ക് ശരിയായ പ്രോത്സാഹനവും ഭഗവാൻ നൽകും. ഒരു വ്യക്തിക്ക് തനിക്കൊരു ഇപ്പം പാണ്ഡവരുടെ ഉദാഹരണത്തിന് പാണ്ഡവർക്ക് തങ്ങളുടെ മക്കള് നഷ്ടപ്പെട്ടു.
അവർക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, എന്തുകൊണ്ട് ഭഗവാൻ എല്ലാം അറിയാമായിരുന്നു, എൻ്റെ മക്കളെ ഭഗവാന് പ്രൊട്ടക്ട് ചെയ്തുകൂടായിരുന്നോ എന്ന് ചിന്തിക്കാം. ഭഗവാൻ അത് എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? അത് ചെയ്യാത്തത് ആ ഒരു ഘട്ടത്തിൽ അതാണ് ഏറ്റവും അനുയോജ്യമായ കാര്യം. അത് നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. നമ്മൾ വിചാരിക്കും പാണ്ഡവരുടെ മക്കളും ഉണ്ടായിരുന്നെങ്കിൽ വളരെ നല്ലതായിരിക്കും എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ അത് എല്ലാ ജീവജാലങ്ങൾക്കും ഏറ്റവും നല്ലത് അതാണ് എന്നുള്ള ഒരു കാര്യം നമുക്കിപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ അതേസമയം തന്നെ ഭഗവാൻ ഉത്തരയുടെ ഗർഭത്തിലിരിക്കുന്ന പരീക്ഷിത് മഹാരാജനെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. അപ്പൊ ഇത്തരം കാര്യങ്ങൾ, അതിന്റെ പുറകിലുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. ഒരു വേളയിൽ ശീല പ്രഭുപാദ് തന്നെ ലോസ് ആഞ്ചൽസിൽ ആദ്യകാലത്തിൽ ഇരിക്കുന്ന സമയത്ത് ഈ പ്രസ്ഥാനത്തിനുള്ളിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പം പ്രഭുപാദിന് ലോസ് ആഞ്ചൽസിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരേണ്ടതായിട്ട് വന്നു. അപ്പം ശീല പ്രഭുപാദ് ആ സമയത്ത് പ്രഭുപാദിന് മനസ്സിലായില്ല എന്തുകൊണ്ട് ഈ പ്രസ്ഥാനം സ്ഥാപിച്ചു വരികയാണ്, എനിക്ക് ഉടനെ അവിടെ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു എന്ന് പ്രഭുപാദിന് മനസ്സിലായില്ല. അതുകൊണ്ട് പ്രഭുപാദ് രുക്മിണി ദ്വാരകധീശനോട് പറഞ്ഞു, എന്തുകൊണ്ടാണ് എന്നെ ഇവിടുന്ന് അങ്ങ് ഓടിക്കുന്നത്, എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പ്രഭുപാദ് പറഞ്ഞു. പക്ഷെ പിന്നെ പ്രഭുപാദിന് മനസ്സിലായി, ഞാൻ ഇന്ത്യയിലേക്ക് വന്നതുകൊണ്ടാണ് ഇസ്കോൺ വൃന്ദാവനം, ഇസ്കോൺ മായാപൂരും, ജുഹു ഇസ്കോണും ഒക്കെ വന്നു ചേർന്നതെന്ന്. അപ്പം ചില കാര്യങ്ങൾ ഈ ലോകത്തിൽ നടക്കും, അത് സംഭവിക്കും. ചില കാര്യങ്ങൾ നടക്കുന്നില്ല. പക്ഷെ അതൊക്കെ ഭഗവാന്റെ അറിവില്ലായ്മ കൊണ്ടല്ല, അല്ലെങ്കിൽ ഭഗവാന്റെ കൺട്രോൾ ഇല്ലായ്മ കൊണ്ടല്ല. ഭഗവാൻ എല്ലാത്തിലും പൂർണ്ണ കൺട്രോൾ ഉണ്ട്, എല്ലാത്തിലും പൂർണ്ണമായിട്ടുള്ള അറിവുണ്ട്. അതേസമയം നമുക്ക് എല്ലാവർക്കും ഭഗവാൻ സ്വാതന്ത്ര്യവും നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ലോകത്തിൽ പല പല കാര്യങ്ങൾ നടക്കുന്നത്. ഈ 3 കാര്യങ്ങളുടെ ഇന്റർപ്ലേയിലാണ് നടക്കുന്നത്. അപ്പൊ നമുക്കിത് ഭഗവാൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് നമുക്ക് ചിന്തിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. നമുക്ക് വന്നു ചേരുന്ന പ്രശ്നങ്ങളായാലും ദുരിതങ്ങളായാലും അതിൽ ഭഗവാന്റെ കാരുണ്യം കണ്ടെത്തുകയും ഭഗവാനെ കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഭക്തൻ എന്ന നിലയിൽ നമ്മുടെ ഡ്യൂട്ടി. ഹരേ കൃഷ്ണ. മറ്റെന്തെങ്കിലും ഉണ്ടോ? പ്രഭു, താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ താങ്ക് കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭു, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. പിന്നെ ആ. നമ്മള് എല്ലാവരോടും ഒരുപോലെ പെരുമാറണം, സ്നേഹത്തോടെ പെരുമാറണം എന്ന് പറയുന്നത്, നമ്മൾ അങ്ങോട്ട് സ്നേഹത്തോട് പെരുമാറിയാലും നമ്മളോട് ദേഷ്യമുള്ള വ്യക്തികൾ ഇങ്ങോട്ട് പെരുമാറുന്നില്ലേ, നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, വ്യക്തി നമ്മളോട് ദേഷ്യത്തിൽ പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഇന്നലെ അല്ലെങ്കിൽ ഈ ജന്മത്തിൽ അല്ലെങ്കിൽ മുമ്പുള്ള ജന്മത്തിൽ നമ്മൾ എന്തെങ്കിലും അവരോട് ചെയ്തിട്ടുണ്ടാകും. കർമ്മത്തിന്റെ ഒരു കാരണവും ഒരു അകാരണമായിട്ട് വന്നു ചേരത്തില്ല. ഒരു ചെറിയ കാര്യങ്ങൾ പോലും അതിന് പുറകിൽ റീസൺ ഉണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും ഒരാൾ നമ്മളോട് ദേഷ്യപ്പെട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും അവരോട് തിരിച്ച് ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടോ, അതിന്റെ ഫലമായിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് നമ്മൾ തിരിച്ച് വീണ്ടും അങ്ങനെ ആ രീതിയിലാണ് പെരുമാറുന്നതെങ്കിൽ ഈ ചക്രം ഇങ്ങനെ കറങ്ങി കറങ്ങി പോയിക്കൊണ്ടിരിക്കും. നമ്മളും അവരും ഈ കർമ്മ ബന്ധത്തിൽ പെട്ടു പോവുക തന്നെ ചെയ്യും. നമ്മളോട് വിദ്വേഷം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി നമ്മൾ അത് അത് ഒഴിവാക്കാൻ ശ്രമിക്കണം. കാരണം അവരും ആ കർമ്മചക്രത്തിൽ പെടുകയാണ്. അപ്പൊ നമ്മൾ അവരോട്, ഇപ്പൊ ഒരാൾ നമ്മളെ ദ്രോഹിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ നിന്ന് അത് സ്വീകരിക്കണമെന്ന് അർത്ഥമില്ല. നമ്മൾ അത് തടയണം, ആ പ്രവൃത്തി തടയുകയും ചെയ്യണം. അതേസമയം തന്നെ ആ വ്യക്തി, ആ ഒരു ജീവാത്മാവും ഈ ത്രിഗുണങ്ങളുടെ സ്വാധീനത്തിലാണ് ചെയ്യുന്നത്. ഞാനും ത്രിഗുണങ്ങളുടെ സ്വാധീനത്തിൽ ഇദ്ദേഹത്തിനോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. അതിനനുസരിച്ചാണ് ഈ കർമ്മ പ്രതികരണങ്ങൾ വരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുകയും നമുക്കും അവർക്കും ആത്മീയ ഉന്നതിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാർഗം. മനസ്സിലായി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഐശ്വര്യമാജി, എൻ്റെ അമ്മാജി. Yes, Prabhu. Hare Krishna. Okay, bro. Thank you so much, Prabhu. Hare Krishna. Thank you, Thank Prabhuji. you. Hare Krishna. Pranam. നന്ദി പ്രഭുജി. ഐശ്വര്യമാജി. പ്രണാമം. ഹരേ കൃഷ്ണ. Thank you, Prabhu. Pranam, Prabhu. Hare Krishna. Pranam Prabhu. ഹരേ കൃഷ്ണ. പ്രഭുവിന്റെ ക്ലാസ് മാത്രം നമുക്ക് പെൻഡിങ് ഉണ്ടായിരുന്നു. ഇന്നത്തോടുകൂടി പ്രഭുവിന്റെ കാരണം കൊണ്ട് അത് കംപ്ലീറ്റ് ആയി. നന്ദി പ്രഭുജി. പ്രഭുവിന്റെ കാരുണ്യം കൊണ്ടാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതോ. താങ്ക് യു. ഹരേ കൃഷ്ണ. പ്രഭുവിന്റെ ക്ലാസ് ഇനിയും നമുക്ക് വേണം. ദയവായി മുന്നോട്ട് വന്നാലും പ്രഭുജി, അനുഗ്രഹിച്ചാലും പ്രഭുജി. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. Hare Krishna.